ഇതിപ്പോൾ ഓറഞ്ചിന്റെ സീസൺ ആണല്ലേ, അപ്പം അതുകൊണ്ട് നമുക്ക് ഓറഞ്ച് പീൽ കൊണ്ടൊരു അടിപൊളി ഫെർട്ടിലൈസർ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഓറഞ്ചിന്റെ തൊലികൾ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യുക. ഒരു ലിഡുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ചേക്കുക. ഇതൊരു 1/2 ലിറ്ററിന്റെ കണ്ടെയ്നർ ആണ് കേട്ടോ. മുറിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ച് പീൽസ് ഇട്ട് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് മൂടി വെച്ചേക്കുക. 2 ദിവസം ഇത് മൂടി വെക്കണം. അത് കഴിഞ്ഞ് കിട്ടുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ നമുക്ക് ഡയറക്റ്റ്ലി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ച് സ്പ്രേയും ചെയ്ത് കൊടുക്കാം. ഈ ലിക്വിഡ് ഫെർട്ടിലൈസറിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഫോസ്ഫറസും പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കൊക്കെ നിറയെ പൂവുണ്ടാകാൻ ഇത് സഹായിക്കും. പൂകൊഴിച്ചിൽ തടയാനും ഇതിന് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് പീൽസ് ഒക്കെ ഇട്ട് വെള്ളവും ഒഴിച്ച് കണ്ടെയ്നർ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കാം. 2 ദിവസം അടച്ചു വെക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കുറച്ച് ദിവസം മുൻപ് ന്യൂനമർദ്ദം വന്ന സമയത്താണ് ഇത് ഓപ്പൺ ചെയ്യാനുള്ള ടൈം ആയത്. അപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. പിന്നെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ലല്ലോ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്. അതുകൊണ്ട് ഞാൻ മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് കേട്ടോ തുറന്നു നോക്കിയത്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിരുന്നു. ഓറഞ്ച് പീലൊക്കെ ഒഴിവാക്കി വെള്ളം മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതെൻ്റെ കാന്താരി ചെടികളിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഒന്ന് സാധാ കാന്താരിയും ഒന്ന് വെള്ള കാന്താരിയും. ചെടികളിൽ പൂകൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാൻ വേണ്ടി നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് 5 ദിവസം വെച്ചിരുന്നത് കൊണ്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. വെറും 2 ദിവസം മാത്രം വെച്ചാൽ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല പൂച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ, കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി. ഇനി നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കിയാലോ. അതിന് ഓറഞ്ച് പീൽസ് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് 2-3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇത് 1 ദിവസം ഉണങ്ങിയ പീൽസ് ആണ്. കനം കുറഞ്ഞരിഞ്ഞു കഴിഞ്ഞാൽ വെറും 3 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഓറഞ്ച് പീൽസ് ഒക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. വെയിലത്ത് നിന്ന് എടുത്ത പാടെ തന്നെ പൊടിക്കുവാണ് കേട്ടോ. പൊടിക്കാൻ എളുപ്പമായിരിക്കും, തണുക്കാൻ നിൽക്കുന്നില്ല. ഈ ഓറഞ്ച് പീൽ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മണമായിരുന്നു കേട്ടോ ഇതിന്. നേരത്തെ പറയാൻ വിട്ടുപോയി, ഇതിന് നല്ല സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻസെക്ട് റിപ്പല്ലൻ്റായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇലകളിലും പൂക്കളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു പരിധി വരെ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഓറഞ്ച് പീൽ പൗഡർ ഇട്ട് കൊടുക്കുന്ന മുൻപ് ഞാൻ ഗ്രോ ബാഗിലെ മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓറഞ്ച് പീലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്ത് വളം ഇട്ട് കൊടുത്താലും വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടിക്ക്. ഇതിപ്പോൾ ഓറഞ്ചിന്റെ സീസൺ ആണ്. നമ്മുടെ വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓറഞ്ച് വാങ്ങിക്കാതിരിക്കില്ല. പീൽസ് ഒന്നും കളയരുത്. ഇതുപോലെ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കി സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് പീൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം. ബൈ.